ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജിഞ്ചർ മീഡിയയുടെ പുതിയൊരു ഇൻ്റർവ്യൂ നമ്മൾ റോഹൻ്റെ വന്നിട്ടുണ്ട്. അതിൽ റോഹനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ജിസേലിനെയും ആര്യനെയാണ്. അപ്പോൾ ഭയങ്കര ജിസേലിൻ്റെ ഭാഗം ഒന്നും പറയുന്നില്ല, ആര്യൻ്റെ കാര്യം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആരും ഇതുവരെയ്ക്കും തുറന്ന് അനുമോളുടെ പി ആറിനെ കുറിച്ചിട്ട് അങ്ങനെ മറ്റുള്ളവർ പറയുന്ന പോലെ ശക്തമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. അവിടെ ഒരു തൊടിച്ചൊക്കെ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് ആര്യൻ അനുമോളുടെ പി ആറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ആര്യൻ എന്താണ് ഈ പി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനൊരു കാര്യം ചോദിക്കാം റോഹനോട്. ഇമാജിൻ നെക്സ്റ്റ് ഇയർ റോഹൻ യുവർ പ്ലാൻ ടു ഗോ ടു ബിഗ് ബോസ്. നിങ്ങളോട് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ സെലക്ട് ആയി. എക്സാമ്പിൾ, നിങ്ങളോട് പുറത്തുള്ള ഒരാൾ പറയുന്നു ഈ വർഷം വിന്നർ ഇയാളാവും. അപ്പോൾ നിങ്ങളുടെ മാനസിക അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും മൈൻഡിൽ? ഇല്ല, കൃത്യമായിട്ട് ആദ്യമേ തന്നെ ഇത് മുൻവിധിയോട് കൂടിയിട്ട് കാണാൻ പറ്റില്ല. അല്ല, ഒരാൾ പറഞ്ഞു നിങ്ങളോട് റോഹൻ ഈ ഷോയിൽ പോവാണ്, പക്ഷെ വിന്നർ ഇയാളായിരിക്കും. അതായത് നമ്മളോട് തന്നെ ഞാൻ തന്നെയായിരിക്കും എന്ന് പറയുന്നു, അത് മറ്റൊരാളായിരിക്കും. മറ്റൊരാളെ ഒരു റാൻഡം ആളെന്ന് പറയുന്നു. തീർന്നതിന് മുമ്പേ പേരൊന്നും മെൻഷൻ ചെയ്യാനുള്ള ആളെന്ന് പറയാനുള്ള അടിപൊളി മനുഷ്യനാണ്. പക്ഷെ അയാളെ പറയുന്നു ഈ വർഷം വിന്നർ റോഹൻ ആയിരിക്കില്ല, ഇയാളായിരിക്കും ഷോയുടെ മുമ്പ്. അപ്പൊ എന്റെ മൈൻഡിൽ എന്തായിരുന്നു, ഈ മണ്ടനായ കറക്റ്റ് ആണല്ലോ, അയാള് കറക്റ്റ് ചെയ്തു, ആ വിന്നറുമായി സെറ്റുമായി. ഈ പറഞ്ഞ ആള് ആരെ പേര് പറഞ്ഞു, ആളിനെയാണ് വിന്നറായി. ആൾ വിന്നറായി കറക്റ്റ് കൃത്യമായി എങ്ങനെ വിന്നർ ആവുന്ന പോലെ പറഞ്ഞു. ഈ പറഞ്ഞ ആളാണോ പി ആർ? അത് ഞാൻ പറയില്ല, ആണോ ഇല്ല ഞാൻ പറയില്ല. അല്ല, ആൾ എന്തുകൊണ്ട് ആര്യന്റെ അടുത്ത് പറഞ്ഞു അതെനിക്കറിയില്ല. പക്ഷെ എന്നോട് കറക്റ്റ് ആയിട്ട് ഒരു എന്റെ മെന്റലി ഡൗൺ ആക്കാൻ വേണ്ടി ആയിരിക്കും പറഞ്ഞത്. ആവാം, പേര് ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ സംഭവിച്ചൊരു കാര്യം ഞാൻ നോക്കിയപ്പോ അയ്യോ. പക്ഷെ ആര്യന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്, പി ആർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്ന ആൾക്ക് വേണ്ടി ചെയ്യുന്നത് വേണമെങ്കിൽ ആര്യനും വേണമെങ്കിൽ ചെയ്യാമെന്ന് ആവശ്യപ്പെടാം. ഇതൊന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി അത്ര ഡൗൺ ആക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. ഏത് ശരി കുറെ കൂടെ രണ്ടും ആവാം. പക്ഷെ ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഷോയിൽ ഞാൻ പോയതേ പി ആറിന് വേണ്ടിയാ. പബ്ലിക് റിലേഷൻ ഇസ് സംതിങ് ഐ വാണ്ട് ഇറ്റ് ഫ്രോം ദ ഷോ. ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു ഗിവ് മീ പബ്ലിക് റിലേഷൻ സോ ഐ കൻ ഗോ ടു ദ ഷോ. ഫോർ മീ ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഐ എം നോ വൺ. എനിക്ക് എന്നെ ആർക്കും അറിയില്ല ബിഫോർ ദ ഷോ. മീൻസ് എവിടെയോ 2-3 നല്ല ഒരു ഫേമസ് ആഡ്സും വീഡിയോസ് അല്ലാതെ എനിക്ക് ഐ എം നോട്ട് ഫേമസ്. ആള് സംസാരിച്ചു, ആളുടെ അടുത്ത് ഡീൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആരും പി ആർ കൊടുത്തിരുന്നേ ഇല്ലേ? ഞാൻ പി ആറിന് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ ഒരു ടീം ഹയർ ചെയ്തു, എന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. ഒരു 1-2 ആര്യനെ സമീപിച്ച് പി ആറിന്റെ അടുത്ത് ആരും കൊടുത്ത മറുപടി എന്തായിരുന്നു? ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ച് ആളുടെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞപ്പോ ഇന്നൊരാൾ വിന്നർ ആവും എന്ന് പറഞ്ഞു, ആള് തന്നെ വിന്നർ ആവും ചെയ്തു. പിന്നെ അത്രേ ഉള്ളൂ മൈൻഡ്. പിന്നെ എന്നിട്ട് അതിന്റെ അകത്ത് പോയിട്ട് എത്രാം ദിവസമാണ് തിരിച്ചറിഞ്ഞത് ഞാൻ പി ആർ കൊടുക്കണമായിരുന്നു എന്നുള്ളത്? തിരിച്ചറിഞ്ഞ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അറിഞ്ഞിട്ടില്ല. ഞാൻ എവിക്റ്റ് ആയി തിരിച്ചു വന്ന ഫ്ലൈറ്റിൽ ഞാൻ ലാൻഡ് ചെയ്ത കൊച്ചിയിൽ ഞാൻ ഫസ്റ്റ് വേർഡ് കാണുന്നത് നീ ഏതാ. എന്താണ് ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? അതായത് ബിഗ് ബോസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഹൗസിനകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരാൾ വരുന്നു. അദ്ദേഹം പറയാണ് ഇന്ന വ്യക്തിയാണ് ഈ ബിഗ് ബോസ് സീസൺ 7 വിന്നറാകാൻ പോകുന്നത്. അപ്പോൾ ആര്യന് പുച്ഛം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇയാൾ പറയുന്ന ആളെന്നെ വിജയിക്കണോ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ അവതാരകനെ റോഹൻ ചോദിക്കുന്നുണ്ട് അത് അനുമോളാണോ? അത് ഞാൻ പറയില്ല, ആര്യം പറയണം കേട്ടോ. എന്നാൽ ആ പറഞ്ഞ ആള് പി ആർ വിനു ആണോ? അതും ഞാൻ പറയത്തില്ല. പക്ഷേ വിജയിച്ചത് ആ വ്യക്തി തന്നെയാണോ? അതെ, വിജയിച്ചത് ആ വ്യക്തി തന്നെയാണ്. അപ്പോഴാണ് എനിക്ക് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മനസ്സിലായത്, ഇതിനകത്ത് ഇത്രയധികം പി ആർ ബലത്തോടുകൂടി ഒരാൾ കയറി കഴിഞ്ഞാൽ അയാൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവുന്നത് ശുദ്ധ സംബന്ധമാണ് കേട്ടോ ഈ ഒരു ആര്യൻ പറയുന്ന ഒരു കാര്യം. കാരണം ആര്യൻ അതിനകത്ത് നിന്ന് എലിമിനേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ അനുമോളുടെ പി ആറിനെ കുറിച്ചിട്ടൊക്കെ അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അക്ബർ പറയുമ്പോഴും ആര്യനൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ മുൻപ് തന്നെ ഒരുപാട് പി ആറിൻ്റെ കാര്യങ്ങൾ അനുമോളെ കുറിച്ചിട്ട് കുത്തുന്നത് ആര്യൻ, അനുമോളെ എതിരെ സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ആര്യൻ പറയുന്നത് ഞാൻ അതിൻ്റെ എലിമിനേറ്റായി പുറത്ത് വന്നതിന് ശേഷമാണ് എനിക്കിത് ബോധ്യപ്പെട്ടത് എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് ആര്യൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യൻ ഇതിന് അകത്ത് നിന്നിട്ട് പി ആർ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ വിജയിച്ച് വരും എന്നുള്ള രീതിയിലൊരു അഹങ്കാരത്തോടു കൂടിയാണ് അദ്ദേഹം ഗെയിം കളിച്ച് വന്നിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കളി എവിടെയൊക്കെയോ പാളിപ്പോയിട്ടുണ്ട്. അല്ലാണ്ട് ഈ പി ആറിന്റെ പിൻബലത്തോടു കൂടിയാണ് അനുമോൾ ജയിച്ചത് എന്നൊന്നല്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കളി കുറച്ചൊന്ന് ഓവറായിട്ട് പോയിട്ടുണ്ട്. അത് എലിമിനേറ്റ് വന്നതിന് ശേഷം ആരും തന്നെ പറയുന്നത് കേട്ടു, ഞാൻ കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുവരെയ്ക്കും അദ്ദേഹത്തിന് പി ആറിനെ കുറിച്ചൊന്നും യാതൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും അനുമോളെ പി ആറിനെ കുറിച്ച് പറയുമ്പോൾ ആരിനും ഇതന്നെ പിന്താങ്ങിക്കൊണ്ട് പറയണം. കാരണം ഇവരൊക്കെ തോൽക്കാൻ കാരണം ഇവരെ കഴിവുകൊണ്ടല്ല, അനുമോളുടെ പി ആർ ഇവരെ മോശക്കാരാക്കിയത് കൊണ്ടാണ് ഇവരെല്ലാം തോറ്റ. അങ്ങനെ പറഞ്ഞ് പരത്താനാണ് ഇപ്പൊ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്.
എവിടെ ഇന്റർവ്യൂ കൊടുത്താലും അവർക്ക് അനുമോളെ കുറിച്ചും അനുമോളെ PR-നെ കുറിച്ചും പറയാത്ത ഒരു ഇന്റർവ്യൂ പോലും ഇല്ല. ഇവരുടെ ഗെയിമിനെ കുറിച്ച് പറയുക, അതിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുക, അതിന് അനുമോളെ വിട്ട് കളയുക. എന്തിനാണ് ഈ അനുമോളെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? അനുമോള് വിജയിച്ചു, അനുമോള് പല ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും, അനുമോളുടെ കാര്യം നോക്കി പോകുന്നു. അത് അവർക്കൊരു വിജയം കിട്ടിയെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യപ്പെടും. ഒരാളുടെ വിജയത്തിലെ അക്സെപ്റ്റൻസ്, ആ കുട്ടി വിജയിച്ചു, കഷ്ടപ്പെട്ടാണ് വിജയിച്ച്, അത് അങ്ങനെ കരുതല്ലേ വേണ്ടത്. വേറൊരു കാര്യം കൂടിയും ആര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നും നമുക്ക് കണ്ടു നോക്കാം. അനുമോളുടെ ഒരു കാര്യം, അനുമോളുടെ ഒരു പോസ്റ്റ് പോയി താഴെ എഴുതു, വേസ്റ്റിന് എഴുതു, നിങ്ങൾ 3 days you will be on social media bullying, നോക്കിക്കോ. ഐ ക്യാൻ ബെറ്റ് യു റൈറ്റ് നൗ. പക്ഷെ നമുക്ക് പേടിയാവും സോഷ്യൽ മീഡിയ വരാൻ. എന്തെതിരെ പറഞ്ഞാലും നമുക്ക് പേടിയുണ്ടാവും. എന്തിനാ പറയേണ്ടത്? ലൈഫ് മൊത്തം ചീത്തയായി പോകും. യു ഗോട്ട് ദ പോയിന്റ്. ദാറ്റ് ഇസ് മൈ സ്കേർഡ്. ഐ എം സ്കേർഡ് ഓഫ് ടെലിംഗ് അഗൈൻസ്റ്റ് എനിവൺ ഇൻ ദ ഹൗസ് റൈറ്റ് നൗ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അനുമോളെ കുറിച്ച് മാത്രമല്ല വേറൊരാളെ കുറിച്ചിട്ട് വേസ്റ്റ് ആണ് എന്ന് പറയാം. അതായത് കഷ്ടപ്പെട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കാനായിട്ട് പോയി അയാൾ വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും അക്സെപ്റ്റ് ചെയ്യുമോ? ആ ഒരു വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യില്ല, അവരാ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ആരിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നെങ്കിലോ, ആരും വെറും വേസ്റ്റ് ആയിരുന്നു. അവൻ എന്താണ് അതിനകത്ത് കാട്ടിവിട്ടുള്ളത്? അവന്റെ വായെന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരുന്നു? ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ബുള്ളിയല്ലായിരുന്നത്. ഒരു ഗുണ്ടകളെ പോലെ അല്ലേ അക്ബറിന്റെയും അതുപോലെ തന്നെ അപ്പാനയുടെ കൂടെ നിന്ന് അവൻ കളിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് ആര്യനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരാളെ കുറിച്ചിട്ട് മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയും സ്വന്തമായിട്ട് കുറെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അനുമോളെ കുറിച്ചിട്ട് നിങ്ങൾ വേസ്റ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ തിരിച്ച് കേൾക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് PR എന്തൊന്നുമല്ല. അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വെറുതെ ആവശ്യമില്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടിയിട്ട് അനുമോളൊരു വേസ്റ്റ് ആണ്? അത് അനുമോളേക്കാൾ വേസ്റ്റ് ആയിട്ട് കളിച്ചവർ അതിനകത്ത് ഇല്ലേ? അനുമോൾ എത്ര കണ്ടന്റ് ആണോ കൊടുത്തിരിക്കുന്നത്? അതെനിക്ക് പറയാനുള്ളത്. എത്രയോ കണ്ടന്റ് ആണ് അതിനകത്ത് അനുമോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അനുമോളേക്കാൾ മോശമായി കളിച്ചിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. അവരൊന്നും എന്താ വേസ്റ്റുകളല്ലേ? അപ്പൊ അനുമോളെ കുറിച്ച് എന്തും പറയാം. പക്ഷെ തിരിച്ച് അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവരെ ഒന്നും പറയാൻ പാടില്ല. അപ്പൊ അത് PR ബലമാണ്. PR-ന്റെ ഒരു പിൻബലത്തോടു കൂടി ഞങ്ങളെ ഒതുക്കാണ്. എന്തിനാണ് ഇങ്ങനെ കെട്ടുകഥകളും കള്ളക്കഥകളും പറഞ്ഞ് ഇങ്ങനെ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് നിർത്തിക്കൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും സിനിമ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തേച്ച് പോവാ. അല്ലാതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ഒരാളിങ്ങനെ സൈബർ ബുള്ളിങ്ങിന് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പക്ഷെ സൈബർ ബുള്ളിങ് അധികം ഒന്നും കിട്ടുന്നില്ല. ഈ അനുമോൾക്ക് എന്താണ് സൈബർ ബുള്ളിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ പറഞ്ഞുള്ള ഈ കള്ളക്കഥകൾ മാത്രമല്ലേ ഉള്ളൂ. അതായത് PR ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ PR ഇല്ലാന്നാൾ അപ്പുറത്തുനിന്ന് ഒരുപാട് വീഡിയോസോ അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ അത് ബാലൻസ് ആയി പോയില്ല. പിന്നെ എന്താണ്? ഒരു വിന്നർ ആയി കഴിഞ്ഞാൽ അയാൾ വിന്നർ തന്നെയാണ്. പിന്നെ അയാൾ വിന്നർ അല്ലാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടായോ? ആ പരിപാടി നടത്തിയിട്ടുള്ള ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞൊരു ചാനലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അല്ല എൻഡമോഷൻ എന്ന് പറഞ്ഞുള്ള ആ പ്രൊഡ്യൂസർ അവരെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു അത് അനുമോളാണ് അതിന് വിന്നറിന്. പിന്നെ അല്ലെങ്കിൽ അവർ പറയണം PR കൊടുത്തുള്ള ഒരാളാണെന്ന് ഞങ്ങൾ തെളിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കമ്പനി അവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അവർ പറയുന്നില്ലല്ലോ. അതിനകത്ത് വന്നു, അവർ നന്നായി കളിച്ചു, കണ്ടന്റ് ആയിട്ട് കൊടുത്തു, പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു, വിജയിപ്പിച്ചു. ഇതിലപ്പുറം ഇനി എന്താണ് PR കഥയും പറഞ്ഞ് നടക്കാനുള്ളത്? ഇതൊക്കെ വളരെ മോശം. ഇത് നിർത്തേണ്ടതായി. ഇനി അവരുടെ ഇന്റർവ്യൂവിൽ അവരെ കുറിച്ചും അവരുടെ ഫ്യൂച്ചർ അവരെന്തൊക്കെ സിനിമ ചെയ്യാൻ പോകണോ, മോഡലിംഗ് ചെയ്യാൻ പോകണോ, അതിനെ കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുക. അല്ലാണ്ട് ഈ അനുമോളുടെ കാര്യം ഇപ്പോഴും PR എന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് തോന്നുന്നു അവർക്ക് നാണമില്ലെന്നാണ് ചോദിക്കുന്നത്. അവരൊപ്പം വന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് അവരെ പോലെ ഈ സത്യം പറയുകയാണെങ്കിൽ ആരിനേക്കാളൊക്കെ വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടി അത് അനുമോളാണ്. ജിസേലാണ് ഓൾറെഡി മോഡലും അങ്ങനെയൊക്കെ ആയിട്ട് വന്ന ആൾക്കാരൊക്കെയാണ്. ഈ ഇവരേന്നൊക്കെ വന്ന് ഒരു കപ്പ് എടുത്തതൊന്നും ഇവർക്ക് പിടിച്ചില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. അതായത് മോശമായി പോയത് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂസ് ഇനി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആരിനായാലും ജിസേല ആരായാലും ഈ PR എന്ന് പരാമർശം നിർത്തുക. കാരണം പ്രേക്ഷകർ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട് മടുത്തു. കാരണം ബുള്ളിങ്ങും അതിനകത്ത് ഇതേപോലെയുള്ള ബുള്ളിങ് അതിനകത്ത് വെച്ചിട്ട് അനുമോൾക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് എല്ലാവരും അനുമോൾക്ക് ഒന്നും കൂടെ വോട്ട് ചെയ്ത് വിന്നറാക്കിയിരിക്കുന്നത്. ഇനി ഇന്റർവ്യൂ കൂടെ കൊടുത്ത് അവരെ ഒന്നും കൂടെ പോസിറ്റീവ് ആക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും അനുമോള് ഒന്നും കൂടെ പോസിറ്റീവായിട്ട് ശക്തമായിട്ട് തന്നെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വെറുതെ കെട്ടുകഥകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്റർവ്യൂവിൽ വരുമ്പോഴും ആരുടെ ഇന്റർവ്യൂ എടുത്താലും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എന്നല്ല 6 ആയാലും 5 ആയാലും ആര് വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും അനുമോളുടെ PR-നെ കുറിച്ച് പറയാനായിട്ട് നേരുള്ളൂ. അപ്പോഴും അനുമോൾ തന്നെയാണ് കണ്ടന്റ്. അതാണ് രസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. അതിലേക്ക് ബൈ.